ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. സൗദിയിൽ ഓൺലൈൻ ഡെലിവറി ജോലി സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തും. ഘട്ടം ഘട്ടമായാണ് നിയമം നടപ്പിലാക്കുക. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് യൂണിഫോം നിർബന്ധമാക്കാനും നിർദ്ദേശം. സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയാണ് രാജ്യത്തെ ഓൺലൈൻ ഡെലിവറി മേഖലയെ നിയന്ത്രിക്കാനുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. വിദേശികൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് ലൈറ്റ് ട്രാൻസ്പോർട്ട് കമ്പനികൾ വഴിയാക്കുക, ഈ നിയമം 14 മാസത്തിനുള്ളിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരിക, ലൈറ്റ് ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ പരസ്യങ്ങൾ അനുവദിക്കുക, ഡെലിവറിക്ക് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരിക തുടങ്ങിയവ പുതിയ നിർദ്ദേശങ്ങളിലുണ്ട്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് യൂണിഫോം നിർബന്ധമാക്കും. ഈ മേഖലയിൽ വിദേശികൾ സ്വന്തം നിലയിൽ ജോലി ചെയ്യുന്നത് ക്രമേണ തടയും. സൗദികൾക്ക് സ്വന്തം നിലയിൽ ഈ മേഖലയിൽ ജോലി ചെയ്യാനുള്ള പ്രോത്സാഹനം നൽകും. ഡെലിവറി മേഖലയുടെ വിശ്വാസ്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക, സേവന നിലവാരം മെച്ചപ്പെടുത്തുക തുടങ്ങിയവയാണ് ഈ നീക്കത്തിന് പിന്നിൽ. കൂടുതൽ സൗദി പൗരന്മാർക്ക് ജോലി ലഭിക്കാനും പുതിയ തീരുമാനം കാരണമാകും. നിലവിൽ 37 ഓൺലൈൻ ഡെലിവറി കമ്പനികളാണ് സൗദിയിൽ പ്രവർത്തിക്കുന്നത്. 2023 200 മില്യൺ ഡെലിവറി നടത്തിയതായാണ് കണക്ക്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. മക്ക മദീന നഗരങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിദേശികൾക്കും നിക്ഷേപാവസരം. ആദ്യമായാണ് ഈ മേഖലയിൽ വിദേശികൾക്ക് നിക്ഷേപത്തിന് അവസരം നൽകുന്നത്. മക്ക മദീന നഗരങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിദേശ നിക്ഷേപത്തിന് നിലവിൽ നിയന്ത്രണമുണ്ട്. ഇത് നീക്കി പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിദേശികൾക്കും പുണ്യനഗരങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം നടത്താനുള്ള നിയമം ഉടൻ പ്രാബല്യത്തിൽ വരും. സൗദി ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി ഡയറക്ടർ മുഹമ്മദ് അൽ കുവൈസാണ് ഇക്കാര്യം അറിയിച്ചത്. മക്ക മദീന നഗരങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപമുള്ള നിശ്ചിത കമ്പനികളിൽ വിദേശികൾക്കും ഭാഗമാകാമെന്നും ആദ്യമായാണ് ഇങ്ങനെ അവസരം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നഗരങ്ങളിലുള്ള റിയൽ എസ്റ്റേറ്റ് ഫണ്ടിൽ സൗദികളല്ലാത്തവരിൽ നിന്ന് സംഭാവന സ്വീകരിക്കാൻ നേരത്തെ ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി അനുമതി നൽകിയിരുന്നു. 24 ജിദ്ദ. ഖത്തർ KMCC സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ ഹെൽത്ത് വിംഗ് പ്രവർത്തനം തുടങ്ങി. KMCC ഖത്തർ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സമദ് ഉദ്ഘാടനം ചെയ്തു. ഖത്തറിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ മികച്ച സേവനങ്ങൾ നടത്തിവരുന്ന KMCC സാധാരണക്കാരായ പ്രവാസികൾക്ക് മികച്ച ആരോഗ്യ പരിചരണം കൂടി ഉറപ്പുവരുത്താൻ ലക്ഷ്യമാക്കിയാണ് ഹെൽത്ത് വിങ്ങിന് തുടക്കം കുറിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തി ആതുര സേവന രംഗത്ത് നിർധനരായ ആളുകൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ KMCC പ്രവർത്തകരെയും ഒരുമിച്ച് ചേർക്കുന്ന ദ വൺ, അവശത അനുഭവിക്കുന്നവർക്ക് താൽക്കാലികമായ ആവശ്യം വരുന്ന വീൽചെയർ, ക്രച്ചസ് തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന ദ കെയർ, ആരോഗ്യ മേഖലയുമായോ ആരോഗ്യ സംരക്ഷണവുമായോ ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഉടനടി മറുപടി ലഭിക്കാനും സംശയ ദൂരീകരണത്തിനും മറ്റു മാർഗനിർദ്ദേശങ്ങൾക്കുമായി കണക്ട് തുടങ്ങി നിരവധി പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി പ്രത്യേക വാട്സപ്പ് നമ്പരും ഏർപ്പെടുത്തും. പ്രവാസികളിൽ ധാരാളമായി കണ്ടുവരുന്ന ഹൃദ്രോഗം, കിഡ്നി രോഗങ്ങൾ, കൊളസ്ട്രോൾ, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാൻ കണക്ട് കാർഡ്സ് എന്ന സംവിധാനവും പ്രയോജനപ്പെടുത്താം. നിർധനർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് കുറഞ്ഞ നിരക്കിലും രക്തപരിശോധന നടത്തി പിന്നീട് സൗജന്യ ക്ലിനിക്കൽ പരിശോധനയിലൂടെ രോഗസാധ്യതകൾ നേരത്തെ കണ്ടെത്താൻ ഇതിലൂടെ കഴിയും. രോഗം കണ്ടെത്തുന്നവരെ മണ്ഡലം അടിസ്ഥാനത്തിൽ എല്ലാ 3 മാസവും കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് മരുന്നും വൈദ്യസഹായവും ഉറപ്പുവരുത്തുമെന്നും സംഘാടകർ അറിയിച്ചു. പൊതുജനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സ്വീകരിക്കുന്ന മരുന്നുകൾ കേന്ദ്രീകൃതമായി സംഭരിച്ച് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് എത്തിക്കാനും പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നുണ്ട്. KMCC ഭാരവാഹികൾക്ക് പുറമെ ഖത്തറിലെ വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് പ്രഗത്ഭ വ്യക്തിത്വങ്ങളും ഹമദ് ജനറൽ ആശുപത്രി നെഫ്രോളജി സീനിയർ കൺസൾട്ടന്റും ഡെപ്യൂട്ടി ചീഫുമായ ഡോക്ടർ മുഹമ്മദ് അൽ കയബി ഉൾപ്പെടെയുള്ള പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. അൻവർ പാലേരി, 24 ദോഹ. ഖത്തറിൽ വിസ തട്ടിപ്പ് നടത്തിയ 3 ഏഷ്യൻ വംശജർ പിടിയിൽ. സംശയാസ്പദമായ ഇടപാടുകളെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന്റെ നടപടി. കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് പിടിച്ചെടുത്ത രേഖകൾ സഹിതം പ്രതികളെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. ഏഷ്യൻ രാജ്യങ്ങൾ മാറ്റുരയ്ക്കുന്ന ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായി യുവ കലാസാഹിതിയും കനൽ ഖത്തറും സംയുക്തമായി സംഘടിപ്പിച്ച ചെണ്ടമേളം ശ്രദ്ധേയമായി. ലുസൈൽ ബോളിവാർഡിലുള്ള ഇന്ത്യൻ പവലിയനിലായിരുന്നു പരിപാടി. കേരള കലയെ സന്ദർശകർക്ക് പരിചയപ്പെടുത്താനാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് യുവ കലാസാഹിതി പ്രസിഡന്റ് അജിത് പിള്ള, സെക്രട്ടറി ജിമോൻ എന്നിവർ പറഞ്ഞു. ഷാൻ പേഴുമൂട്, ഷഹീർ ഷാനു, സനു ബിനീഷ്, മോഹൻ ജോൺ എന്നിവർ നേതൃത്വം നൽകി.
കുവൈറ്റിൽ ഡോക്ടർക്കെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് 20-കാരൻ കേസ് ഫയൽ ചെയ്തു. 12 വർഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രമേഹത്തിന് മരുന്ന് കഴിച്ചെന്നും എന്നാൽ പിന്നീട് പ്രമേഹബാധിതൻ അല്ലെന്ന് കണ്ടെത്തി എന്നുമാണ് പരാതി. നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണമെന്നും ഡോക്ടർക്കെതിരെ മറ്റ് നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം. സന്ദർശക വിസയിൽ ഖത്തറിലെത്തിയ കണ്ണൂർ സ്വദേശി മരിച്ചു. കൂത്തുപറമ്പ് കുനിയൽപാലം സ്വദേശി CH അഷ്റഫാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. 2 ആഴ്ച മുൻപാണ് ഭാര്യയ്ക്കൊപ്പം ബന്ധു സന്ദർശനത്തിനായി ഖത്തറിലെത്തിയത്. നിയമ നടപടികൾക്ക് ശേഷം മൃതദേഹം ഖത്തറിൽ ഖബറടക്കും. കുവൈറ്റ് പ്രവാസി അവധിയിലിരിക്കെ നാട്ടിൽ വെച്ച് മരിച്ചു. തൃശൂർ പഴഞ്ഞി ഐനൂർ സ്വദേശി വലിയ വളപ്പിൽ അബൂബക്കറാണ് ഹൃദ്രോഗത്തെ തുടർന്ന് മരിച്ചത്. കുവൈറ്റിലെ ജഹ്റ ഏരിയയിൽ ഇലക്ട്രിക്കൽ ജോലി ചെയ്യുകയായിരുന്നു. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെയുണ്ടായ സംഘർഷത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത അസം പോലീസ്. ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് FIR. പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ, കലാപശ്രമം, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. KC വേണുഗോപാൽ, കനയ്യകുമാർ തുടങ്ങിയവർക്കെതിരെയും കേസെടുത്തുവെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ X അക്കൌണ്ടിലൂടെ അറിയിച്ചു. ഭാരത് ജോഡോ ന്യായ് യാത്ര ഗുവാഹത്തി നഗരത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെ ജോറബത്തിൽ വെച്ചാണ് സംഘർഷമുണ്ടായത്. പോലീസ് തടഞ്ഞതോടെ ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ടു പോകാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജ് നടത്തുകയായിരുന്നു. അസമിലെ ബാർപെട്ട മുതൽ ദുബ്രി വരെയാണ് നാളെ ഭാരത് ജോഡോ ന്യായ് യാത്ര പര്യടനം നടത്തുക. അന്വേഷണത്തിനെതിരെ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിനെതിരെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം പ്രതികളെ സംരക്ഷിക്കാനാണെന്നാണ് ഉപഹർജിയിലെ ആരോപണം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ സംഭവം അന്വേഷിക്കണമെന്നാണ് ആവശ്യം. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സെക്ഷൻ 210 പ്രകാരമുള്ള അന്വേഷണത്തിൽ വസ്തുതകൾ പുറത്തുവരില്ലെന്നാണ് ഷോൺ ജോർജിന്റെ ആരോപണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഉപഹർജി. കമ്പനി നിയമത്തിനുള്ളിൽ നിന്ന് അന്വേഷിക്കാൻ മാത്രമേ ROC അധികൃതർക്ക് കഴിയുകയുള്ളൂ. CBI, ED എന്നിവയ്ക്കും കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിൽ കേസെടുക്കാനാകില്ല. അതുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ സംഭവം അന്വേഷിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണം പ്രതികളെ സംരക്ഷിക്കാനാണെന്നും നിലവിലുള്ള അന്വേഷണം റദ്ദാക്കണമെന്നും ഉപഹർജിയിലുണ്ട്. 77 ലക്ഷം രൂപ വീണ വിജയന്റെ കമ്പനിക്ക് കടം നൽകിയതിൽ അന്വേഷണം വേണമെന്നും ആവശ്യമുണ്ട്. മാസപ്പടി നൽകിയ കൊച്ചിയിലെ CMRL ഉടമകൾ ഡയറക്ടർമാരായ NBFC വഴിയാണ് എക്സാലോജിക്കിന് കടം നൽകിയത്. വീണയ്ക്കും കമ്പനിക്കും സേവനത്തിന് കിട്ടിയ പ്രതിഫലത്തിന് പുറമെയാണിതെന്ന് വ്യക്തമാക്കുന്ന രേഖകളും ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ഹർജി നാളെ പരിഗണിക്കും. 24 കൊച്ചി. കോഴിക്കോട് ചക്കിട്ടപാറയിൽ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തെന്ന ആരോപണം. മുതുകാട്ടിലെ വളയത്ത് ജോസഫിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ജോസഫ് പഞ്ചായത്തിന് കത്ത് നൽകിയിരുന്നു. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് 5-ാം വാർഡിലെ പാപ്പച്ചൻ എന്ന ജോസഫിനെയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനായിരുന്നു ഭിന്നശേഷിക്കാരനായ ജോസഫിന്റെ ആകെയുള്ള വരുമാനം. തനിക്കും കിടപ്പ് രോഗിയായ മകൾക്കും മാസങ്ങളായി പെൻഷൻ മുടങ്ങിയതോടെ ജീവനൊടുക്കുമെന്ന് കാണിച്ച് ജോസഫ് പഞ്ചായത്തിൽ കത്ത് നൽകിയിരുന്നു. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നുവെന്ന് മക്കൾ 24-നോട് പറഞ്ഞു. പഞ്ചായത്തിലും അതിൻ്റെ മേളെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പെൻഷന് വേണ്ടി. അത് ചാച്ചന് വേണ്ടി മാത്രമല്ല, പെൻഷൻ കിട്ടാത്ത എല്ലാ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ്. അല്ലാതെ സ്വന്തം കാര്യത്തിനല്ല. എത്രയോ പേരുണ്ട് ഇതും കൊണ്ട് ജീവിക്കുന്നത്. ആ വ്യക്തികൾക്ക് വേണ്ടിയും കൂടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുക. സ്വന്തം കാര്യത്തിന് വേണ്ടി ഇതുവരെയും പോരാടിയിട്ടില്ല. എന്നുവെച്ചാൽ പട്ടയത്തിനാണെങ്കിലും സ്വന്തം കാര്യത്തിനല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോരാടി. എന്നാൽ പെൻഷൻ മുടങ്ങിയതല്ല ആത്മഹത്യക്ക് കാരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുനിൽ 24-നോട് പറഞ്ഞു. 8-ാം മാസം വരെ അദ്ദേഹം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് 2 ആളുടെ പെൻഷനാണ്. അദ്ദേഹത്തിന്റെ പെൻഷനും അദ്ദേഹത്തിന്റെ മകളുടെ രക്ഷിതാവ് നൽകിയ മകളുടെ പെൻഷനും 28,600 റുപ്യ 8 മാസം കൊണ്ട് അദ്ദേഹം പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ദൈനംദിന ജീവിതത്തിൽ ഉപജീവനത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നതായി തോന്നുന്നില്ല. 1 വർഷം മുൻപാണ് ജോസഫിന്റെ ഭാര്യ മരിച്ചത്. പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഈ വീട്ടിൽ ജോസഫ് തനിച്ചായിരുന്നു താമസം. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനായിരുന്നു ഏക വരുമാന മാർഗം. മാസങ്ങളോളം ഈ പെൻഷൻ മുടങ്ങിയതോടെയാണ് ഒരു കയറിൻ തുമ്പിൽ ജീവിതമൊടുക്കാൻ ജോസഫ് തീരുമാനമെടുത്തത്. കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ നിന്ന് മനു ദാമോദറിനോടൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് 24. വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ച റവന്യൂ വിഭാഗം.
മാത്യു കുഴൽനാടൻ MLA സർക്കാർ ഭൂമി കയ്യേറിയെന്ന വിജിലൻസ് കണ്ടെത്തൽ ശരിവെച്ച് റവന്യൂ വിഭാഗം. ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. ചിന്നക്കനാലിലെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂമിയിൽ 50 സെന്റ് പുറംപോക്കെന്ന് കണ്ടെത്തൽ. 1 ഏക്കർ 21 സെന്റ് സ്ഥലമാണ് മാത്യു കുഴൽനാടന്റെയും കൂട്ടാളിയുടെയും പേരിൽ രജിസ്റ്റർ ചെയ്ത ആധാരത്തിലുള്ളത്. എന്നാൽ വിജിലൻസ് നിർദ്ദേശപ്രകാരം റവന്യൂ വിഭാഗം സ്ഥലമളന്നപ്പോൾ കണ്ടെത്തിയത് 50 സെന്റ് അധിക സർക്കാർ ഭൂമി. മതിൽ കെട്ടിത്തിരിച്ച ഈ ഭൂമി കയ്യേറ്റമാണ്. സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള തുടർ നടപടികൾ ആവശ്യപ്പെട്ട് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. വിജിലൻസും സർക്കാരിനെ സമീപിക്കും. റിസോർട്ട് വാങ്ങുന്ന സമയത്ത് ഭൂമി അളന്നു നോക്കിയിട്ടില്ലെന്നും സർക്കാർ ഭൂമി ഉണ്ടെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും മാത്യു കുഴൽനാടൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 1000 ചതുരശ്ര അടിയുള്ള കെട്ടിടം രജിസ്ട്രേഷനിൽ മറച്ചുവെച്ച മാത്യു കുഴൽനാടൻ നികുതി വെട്ടിപ്പ് നടത്തിയതായും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സർക്കാർ ഭൂമി പിടിച്ചെടുത്ത് റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചാൽ അത് പ്രതിരോധിക്കാൻ മാത്യു കുഴൽനാടൻ ഒരൽപ്പം വിയർക്കും. ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. വയനാട്ടിലെ കരടിയെ പിടികൂടാനായില്ല. വയനാട് വെള്ളമുണ്ടയിൽ ഇറങ്ങിയ കരടിയെ പിടികൂടാനായില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. 2 ദിവസം മുൻപ് പയ്യമ്പള്ളിയിൽ ഇറങ്ങിയ കരടിയാണ് ജനവാസ കേന്ദ്രത്തിൽ തുടരുന്നത്. ഇന്ന് രാവിലെ മുതൽ കരടിയുടെ പിറകെയായിരുന്നു നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും. വെള്ളമുണ്ട പഞ്ചായത്തിലെ കരിങ്ങാരിപ്പാടത്ത് കരടി പായുന്ന ദൃശ്യം പുറത്തു വന്നത് ഉച്ചയ്ക്ക് ശേഷം. ഉച്ചകഴിഞ്ഞ് വയലിനുള്ളിലെ തുരുത്തിലൊന്നിൽ പതിയിരുന്നു കരടി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം വളഞ്ഞു. പടക്കം പൊട്ടിച്ചപ്പോൾ മറ്റൊരു തുരുത്തിലേക്ക് പാഞ്ഞു. വീണ്ടും വനംവകുപ്പ് ശ്രമം തുടർന്നു. തുടർച്ചയായി പടക്കം പൊട്ടിച്ചതോടെ കരടി വയലിലൂടെ കക്കട വിഭാഗത്തേക്ക് നീങ്ങി. ഇന്ന് രാവിലെയാണ് നമ്മളിവിടെ കാണുന്നത്. രാവിലെ നമ്മൾ 7 മണി, ഒരു 7 മണിക്ക് ശേഷം എല്ലാവരും, ഈ സമയം വരെ എല്ലാവരും ഉണ്ട്. ഇത്രയും നേരമായിട്ട് പണിയും മറ്റേ ഭക്ഷണം കഴിക്കാത്ത ഒക്കെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പിള്ളേരൊന്നും സ്കൂളിൽ പോയിട്ടില്ലെന്ന് ഇനി പിടിക്കുന്ന പ്രതീക്ഷയായിരുന്നു. അത്രയും അതാണ് കൂടെ പിടിക്കുന്ന പ്രതീക്ഷ നമ്മൾ എത്രയും കൂടെ നിന്നത്. ഇവർക്ക് നല്ല അവസരം ഇഷ്ടംപോലെ അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇരുട്ട് വീണതോടെ ശ്രമം ഉപേക്ഷിച്ച് RRT സംഘം മടങ്ങി. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം തുടരുന്നു. 2 ദിവസം മുമ്പ് പയ്യമ്പള്ളിയിലാണ് ഈ കരടിയെ ആദ്യം കണ്ടത്. ഇതിനുശേഷം മാനന്തവാടി വള്ളിയൂർക്കാവ് ക്ഷേത്ര സമീപത്ത് കരടിയെ കണ്ട CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. തോണിച്ചാലിലും എടവക പഞ്ചായത്തിലെ മറ്റ് പലയിടത്തുമെത്തിയ കരടി ഒടുവിൽ വെള്ളമുണ്ട പഞ്ചായത്തിൽ. ജനവാസ മേഖലയിലാണ് 2 നാളായി കരടിയുടെ സാന്നിധ്യം. ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് നാട്ടുകാർ. പ്രകാശൻ പള്ളത്തിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. അനീസിയയുടെ ആത്മഹത്യയിൽ അന്വേഷണത്തിന് ഉത്തരവ്. കൊല്ലം പറവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ S. അനീസിയയുടെ ആത്മഹത്യയിൽ ആരോപണവിധേയരായ മേലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് കൊല്ലം ബാർ അസോസിയേഷൻ. ബാർ അസോസിയേഷൻ നാളെ കോടതി നടപടികൾ ബഹിഷ്കരിക്കും. ആത്മഹത്യയ്ക്ക് പിന്നിൽ സഹപ്രവർത്തകരുടെ മാനസിക പീഡനവും ഭീഷണിയും ഉണ്ട് എന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അനീഷയുടെ ആത്മഹത്യയിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് കൊല്ലം ബാർ അസോസിയേഷൻ. ആരോപണ വിധേയരായ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെയും പരവൂർ കോടതിയിലെ APPയെയും പൂർണ്ണമായും ബഹിഷ്കരിക്കാൻ ബാർ അസോസിയേഷൻ തീരുമാനമെടുത്തു. ബാർ അസോസിയേഷൻ നാളെ കോടതി നടപടികളും ബഹിഷ്കരിക്കും. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. DDP K. ഷീബയ്ക്കാണ് അന്വേഷണ ചുമതല. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനവും ഭീഷണിയും ജോലിയിലെ സമ്മർദ്ദവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ്
അനീഷ സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യമാണ് അഭിഭാഷകർക്കുള്ളത്. യാതൊരുവിധ കറപ്ഷനും ഇല്ലാത്ത ഒരു APP ആയിട്ടാണ് ഞങ്ങൾക്ക് ബോധ്യമുള്ളത്. സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് കോടതിയെ സമീപിക്കുമ്പോൾ അവരുടെ കർശനമായ നിലപാടിൽ തന്നെയാണ് എന്നും നിന്നിട്ടുള്ളത്. ഈ DDPയും മറ്റ് ആരോപണ വിധേയരായിട്ടുള്ള പ്രോസിക്യൂട്ടറും ഒഴികെയുള്ള മറ്റൊരു പ്രോസിക്യൂട്ടർ ഇതിനകത്ത് ഇടപെട്ടു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ആരാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. അത് ആരായാലും അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ജോലി പോലീസിന്റേതാണ്. വനിതാ കമ്മീഷനും അനീഷയുടെ വീട് സന്ദർശിച്ചു. അതേസമയം ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ വിശദമായി എഴുതിയിരുന്ന ബുക്കും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കേസ് നിയമപരമായി നേരിടാനാണ് അനീഷയുടെ കുടുംബത്തിന്റെ തീരുമാനം. മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജ് അജിത് കുമാറാണ് അനീഷയുടെ ഭർത്താവ്. സംഭവത്തിൽ മഹിളാ കോൺഗ്രസും കളക്ടറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. 24 കൊല്ലം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ UDF ഈ മാസം 25 മുതൽ ഫെബ്രുവരി 1 വരെ തിരുവനന്തപുരത്തായിരിക്കും ചർച്ച. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങളിലേക്ക് നേരത്തെ കടക്കുകയാണ് UDF. ഇതിന്റെ ഭാഗമായാണ് ഉഭയകക്ഷി ചർച്ച. ജനുവരി 25-ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായാണ് നേതൃത്വത്തിന്റെ ആദ്യ ചർച്ച. 29-ന് മുസ്ലിം ലീഗ്, 30-ന് RSP, കേരള കോൺഗ്രസ് ജേക്കബ്, 31-ന് കേരള ഡെമോക്രാറ്റിക് പാർട്ടി, JSS, ഫെബ്രുവരി 1-ന് CMP, ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികളുമായും ചർച്ച നടത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ MM ഹസൻ, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കോട്ടയം ലോക്സഭാ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതൃത്വത്തോട് ആവശ്യപ്പെടും. കൂടുതൽ സീറ്റ് വേണമെന്ന നിലപാട് മുസ്ലിം ലീഗിൽ ഒരു വിഭാഗത്തിനുമുണ്ട്. സീറ്റ് വിഭജനം വേഗത്തിൽ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കാനാണ് UDF തീരുമാനം. 24 തിരുവനന്തപുരം. സഖ്യചർച്ചകൾ തള്ളാതെ നടനും മക്കൾ നീതിമയം അധ്യക്ഷനുമായ കമൽ ഹാസൻ സഖ്യത്തെക്കുറിച്ച് താൻ നോക്കിക്കോളാമെന്ന് DMK സഖ്യ അഭ്യൂഹങ്ങൾക്കിടെ വിളിച്ച അടിയന്തര യോഗത്തിൽ കമൽ ഹാസൻ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. എല്ലായിടത്തും ബൂത്ത് കമ്മിറ്റികൾ വേണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അയോധ്യ രാമക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. അയോധ്യ രാമക്ഷേത്രത്തിൽ സന്ദർശക പ്രവാഹം. ആയിരക്കണക്കിന് ആളുകളാണ് ദർശനത്തിനായി കാത്തുനിൽക്കുന്നത്. ഇന്ന് രാവിലെയാണ് ക്ഷേത്രത്തിൽ പൊതുജനങ്ങളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. തിരക്ക് നിയന്ത്രിക്കാൻ കർശന നടപടി ഉണ്ടാകും. അയോധ്യ രാമക്ഷേത്രം തീർത്ഥാടകർക്കായി തുറന്നുകൊടുത്തതിന് പിന്നാലെ ക്ഷേത്രത്തിലേക്കുള്ള തിരക്ക് നിയന്ത്രണാതീതമായി. വരും ദിവസങ്ങളിലെ സാഹചര്യം വിലയിരുത്തി കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് രാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. സകല നിയന്ത്രണങ്ങളും ഭേദിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് വിശ്വാസികൾ പുലർച്ചെ മുതൽ ശ്രീരാമക്ഷേത്രത്തിലേക്ക് പ്രവഹിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് മണിക്കൂറുകളോളം ദർശനത്തിനായി ക്യൂ നിൽക്കേണ്ടി വരുന്നു എന്നതാണ് അവസ്ഥ. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തമ്പടിച്ചിരുന്നവരെല്ലാം ദർശനത്തിനായി രാവിലെ മുതൽ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി. താൽക്കാലിക ക്ഷേത്രത്തിലെ എല്ലാ പൂജകളും നിത്യപൂജകളായി പുതിയ ശ്രീരാമക്ഷേത്രത്തിലും നടന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ 11 വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 7 വരെയുമാകും ദർശനം. ഈ കൽച്ചേത്രത്തിന് മാത്രം ചെറിയ കുറച്ച് വ്യത്യാസമുള്ളൂ. ബാക്കി ഈ പൂജ ചെയ്യണതോ അങ്ങനെ ഭഗവാൻ പ്രതിഷ്ഠ ചെയ്യണതോ ആ ദാക്ഷിണ്യത്തിലും ഇവിടെ അത്ര വ്യത്യാസമൊന്നുമില്ല. ചെയ്യുന്ന രീതിയൊക്കെ ഒരേ തന്നെ സെയിം തന്നെ രീതി തന്നെയാണ്. അതേ സെയിം ജലാധിവാസ സേന നമ്മളെങ്ങനെ അങ്ങോട്ട് ചെയ്യണുണ്ടോ ബിംബശുദ്ധി അങ്ങനെ ചെയ്യേണ്ട സെയിം അങ്ങനെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ക്രിയ എല്ലാം ചിട്ടേ ചെയ്തിട്ടുണ്ട്. ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തെങ്കിലും ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ അത് ബാധിച്ചിട്ടില്ല. 3ാം നിലയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഇന്നും തുടർന്നു. CRPF ക്ഷേത്രത്തിന്റെ സംരക്ഷണ ചുമതല ഇന്നു മുതൽ സംസ്ഥാന പോലീസിന് കൈമാറി. എന്നാൽ ഏതാനും ആഴ്ചകൾ കൂടി CRPF സംസ്ഥാന പോലീസിനൊപ്പം ക്ഷേത്രത്തിൽ തുടരും. തിരക്ക് അനിയന്ത്രിതമാകുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള നിർദ്ദേശത്തിൽ സുരക്ഷാ ഏജൻസികൾ ട്രസ്റ്റ് അധികാരികളുടെ അഭിപ്രായം തേടി. ജനപ്രവാഹം ഇങ്ങനെ തുടർന്നാൽ വരുന്ന ദിവസങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും എന്ന നിലപാടിലാണ് സുരക്ഷാ ഏജൻസികൾ ഉള്ളത്. ദർശന സമയം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം ട്രസ്റ്റും ഉടൻ കൈക്കൊള്ളും. ക്യാമറമാൻ യോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിൽ നിന്ന് R രാധാകൃഷ്ണൻ, 24. ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസ് പ്രതികൾ നടത്തിയ ബിറ്റ്കോയിൻ ഇടപാടുകളും ED അന്വേഷിക്കുന്നു. ED അന്വേഷണം ആരംഭിച്ചതോടെ ഹൈറിച്ച് ഉടമകളായ KD പ്രതാപനും ഭാര്യ സീമയും മുങ്ങി എന്നാണ് വിവരം. തൃശൂർ കണിമംഗലത്ത് പ്രതികളിൽ ഒരാളായ KT പ്രതാപന്റെ പിതാവിന്റെ പേരിൽ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. 3000 പേരിൽ നിന്നും 5 ലക്ഷം രൂപ വീതം വാങ്ങി സ്വരൂപിച്ച 180 കോടിയുടെ ഇടപാടുകളാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിൽ 100 കോടി രൂപയാണ് ഹവാല ഇടപാടുകൾ വഴി വിദേശത്തേക്ക് കടത്തിയത്.
ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ഇടപാടുകളിലും ഹൈറിച്ച് ഉടമകൾ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. UK ആസ്ഥാനമായി കമ്പനി രജിസ്റ്റർ ചെയ്താണ് ഈ ഇടപാടുകൾ നടത്തിയത്. ED പരിശോധന ആരംഭിച്ചതോടെ ഉടമകളായ KD പ്രതാപനും സീമയും മുങ്ങിയതായാണ് സംശയം. പ്രതികൾ താമസിച്ചിരുന്നത് പ്രതാപൻ പിതാവിന്റെ പേരിൽ വാടകയ്ക്കെടുത്ത വീട്ടിലാണ്. വാടക വീടുകളെല്ലാം പിതാവിന്റെ വിലാസത്തിലാണ് എടുക്കാറുള്ളതെന്ന് ED ഉദ്യോഗസ്ഥർ പറയുന്നു. ഇത് അന്വേഷണ സംഘങ്ങളെ കബളിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണെന്നും ED സംശയിക്കുന്നു. ഹൈറിച്ച് ഓൺലൈനുമായി ബന്ധപ്പെട്ട് 1630 കോടി രൂപയുടെ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് നടന്നെന്നാണ് പോലീസ് റിപ്പോർട്ട്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ മണി ചെയിൻ രീതിയിൽ നിയമപരമല്ലാതെ നിക്ഷേപം സ്വീകരിക്കുകയായിരുന്നു. കമ്പനിക്ക് കേരളത്തിലും പുറത്തുമായി 78 ശാഖകളും ഇന്ത്യയിലൊട്ടാകെ 680 ശാഖകളും ഉണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട്. 24 തൃശൂർ. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.